ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. സൺഡേ മോർണിംഗ് ഭയങ്കര മടിയാണ്. ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും ഇങ്ങനെ എണീറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്ക് ചപ്പാത്തി വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്കും ഏട്ടനും ചപ്പാത്തിയും നമ്മുടെ ബാജിക്കറി, സ്വന്തം ബാജിക്കറിയും, പിന്നെ അവർക്ക് കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ഓട്സോ മറ്റോ കൊടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വെള്ളം കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ അഭിനയിക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഞാൻ തന്നെ ക്യാമറ നോക്കി ഞാൻ തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ മാവ് ഞാൻ 1-2 ദിവസത്തേക്ക് കൂടുതൽ കുഴച്ച് വെക്കലാണ് പതിവ്. അങ്ങനെ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചെടുത്ത് പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കും കേട്ടോ. അപ്പോൾ നല്ല പഫി ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാറുണ്ട് കേട്ടോ എപ്പോഴും എനിക്ക്. അങ്ങനെ ഡൽഹിയിൽ കുറച്ച് കാലം ഉണ്ടായത് കൊണ്ടുള്ള ഗുണമാണ്. നല്ല അടിപൊളി ചപ്പാത്തിയും പൂരിയും എന്തുണ്ടാക്കാൻ അറിയില്ലെങ്കിലും നല്ല പഫി ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കാൻ അറിയുമെന്നുള്ള ഒരു അവകാശവാദം ഉണ്ട് കേട്ടോ എനിക്ക്. നന്നായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ എന്നാലും അത്യാവശ്യം ഉണ്ടാക്കും എന്ന് വിചാരിക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് ഞാൻ പാത്രത്തിലെടുത്ത് വെക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. രണ്ടാളും ഒരു 10 മണിയാകുമ്പോഴൊക്കെയാണ് എണീറ്റ് വരുന്നത്. സൺഡേ അല്ലേ, പിന്നെ ഞാനങ്ങ് വിളിക്കാൻ നിൽക്കാറില്ല. ബാക്കി എല്ലാ ദിവസവും അവരുടെ രാവിലെ തന്നെ നമ്മൾ എണീക്കുമല്ലോ. അവർ 5 മണി ആകുമ്പോഴൊക്കെ എണീക്കും. അപ്പോൾ കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞു, ഓട്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതാ പാല് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാക്കും കോൺഫ്ലെക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പാറു ഏകദേശം ചായയൊക്കെ കുടിച്ചിട്ട് അവളും കുളിക്കാൻ പോകേണ്ട പരിപാടിയാണ്. ദേവ് കുളിക്കുന്നതുകൊണ്ട് പിന്നെ അവൾ കയറിയില്ല. ആദ്യം ദേവൂട്ടീൻ്റെ കുളി നടന്നു ഇന്ന്. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് മറ്റേ നമ്മുടെ പീഠത്തിൻ്റെ മേലെ കയറിയിട്ടുണ്ട് കേട്ടോ. പീഠം എന്നാട്ടെ ഈ ഒരു സാധനത്തിന് പറയാം ഞാൻ ദേവൂട്ടി അതിൻ്റെ പേര് പീഠം എന്നാണ് പറയുക. അതെന്തോ ഒരു പേരുണ്ട്, പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതിൻ്റെ മേലെ കയറി ദേവൂട്ടി കോൺഫ്ലെക്സ് എടുത്തിട്ട് പോയ കേട്ടോ. അപ്പോൾ ഞാനതങ്ങ് എടുത്ത് കൊണ്ട് കൊടുത്തു. ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ചായ കുടിപ്പ്. അപ്പോൾ അതേ ഞാൻ അവിയലുണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മുരിങ്ങയും പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിയലിന് ഞാൻ പച്ചക്കറികളൊക്കെ മുറിച്ചിട്ട് ഏകദേശം അവിയൽ റെഡിയായി. എന്താ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പച്ച വെളിച്ചെണ്ണൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ കണ്ടിച്ചേട്ടൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുപ്പി വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ ഞാൻ പിശുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത്തിരി മീൻ കറിയിൽ ഒഴിക്കാനും പിന്നെ പച്ചക്കറിയൊക്കെ എടുക്കാനും കേട്ടോ. അപ്പോൾ സാൽമൺ കറിയുണ്ട്. അത് ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. പിന്നെ കൊഞ്ചൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. വേട്ടൻ പറഞ്ഞാൽ അതും കുറച്ചേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും മുളകിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ തലയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ അവിയലുണ്ട്. പിന്നെ ചോറ് വെച്ചു. നമ്മുടെ സാൽമൺ കറിയുണ്ട്. പിന്നെ ഇതാ കൊഞ്ചൻ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി 3-4 ദിവസം ഈ മീൻ കറി ഇവിടുന്ന് മാറി മാറി ചൂടാക്കി ഓടും കേട്ടോ. ചട്ടി ഏകദേശം തീരുന്ന വരെ, ചട്ടിയിൽ ചോറിട്ട് വിരക്കി തിന്ന വരെ കറി ഓടും കേട്ടോ. അതുകൊണ്ട് മീൻ കറി കഴിയത്തില്ല എന്നുള്ള ടെൻഷൻ വേണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ സാൽമണിൻ്റെ നല്ല അടിപൊളി വാലിൻ്റെ പീസും കുറച്ച് അവിയലൊക്കെ എടുത്ത് ഞാനതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ വാലിൻ്റെ കഷ്ടത്തിൻ്റെ കൂടെ അടിയാണ്. ഒരാഴ്ച ഒരാൾ എടുത്താൽ ഒരാഴ്ച ഒരാൾ എടുക്കും എന്നാണ് ഞാൻ കേട്ടോ പറയാം. പിള്ളേർക്കും ഏട്ടനും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ കൊഞ്ചൻ്റെ തല മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊഞ്ചൻ്റെ തല ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അത് അവരെടുത്തു. പിന്നെ ഞാൻ സാൽമൺ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കുന്നുണ്ട്. പാറൂട്ടി അവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് എന്തോ വർത്തമാനം പറഞ്ഞ് നോക്കുന്നുണ്ട്. പിന്നെ പായസം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അടിപൊളി പായസമായിരുന്നു, കുക്കർ പായസം. പിന്നെ ഇതാ ദേവൂട്ടി ഒരു ക്രൊഷേൻ്റെ പരിപാടിയിലാണ്. ഒരു മുയലിനെ ഉണ്ടാക്കാൻ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞില്ല.